എന്താണ് ടോപ്പിക്കിന്റെ പേര്? സ്ക്വയർ കംപ്ലീഷൻ. അപ്പൊ സ്ക്വയർ കംപ്ലീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 നോട്ടുകൾ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? 2 അല്ല 3 നോട്ടുകൾ. ഒന്നാമത്തെ നോട്ട് ഒന്ന് വായിച്ചേ മാളവികയെ. അങ്ങനെ സ്ക്വയർ കംപ്ലീഷന്റെ ക്വസ്റ്റ്യൻ വരുമ്പോ അതിന് എന്തോ ഒരു ഫോം ഉണ്ടല്ലോ, ഇല്ലേ? വായിച്ചാട്ടെ. എക്സ് സ്ക്വയർ ടേം പ്ലസ് ഓർ മൈനസ് എക്സ് ടേം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. രണ്ടാമത്തേത് എന്തുവായിരുന്നു അരോഷേ? കോയഫിഷ്യൻസ് ഇല്ല, കോയഫിഷ്യന്റ് സിംഗുലറാ. കോയഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ് എല്ലായ്പ്പോഴും എത്ര ആയിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, അടുത്തത് ആഡ് ആൻഡ് സബ്ട്രാക്ട്. ആദ്യം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. രണ്ടാമത് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ആരെയാ? ദ സ്ക്വയർ ഓഫ് ദി half of the coefficient of x. എക്സിന്റെ കോയഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ഒരു സൈഡിൽ തന്നെ ആഡ് ചെയ്യണമെന്ന് സബ്ട്രാക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ചിലപ്പോൾ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ എന്ത് പറയും? 2 സൈഡിൽ ആഡ് ചെയ്യണം. അതെങ്ങനെയായിരുന്നു? നമ്മൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്ന ആളിനെ അടുത്ത സ്റ്റെപ്പിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെയും ആഡ് ചെയ്യുന്നു. അപ്പൊ 2 ഇടത്തും ആഡിങ് കറക്റ്റ് ആയി. ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചില്ലായിരുന്നു? ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ 2 അല്ലേ? എക്സാമ്പിൾ 2 അല്ലേ എഴുതിയായിരുന്നോ? ഇല്ല. അപ്പോ ഇടതുവശത്തെ മാർജിൻ നോട്ട് എഴുതുക. ഇന്ന് നമ്മുടെ എത്രാമത്തെ ക്ലാസ്? 55ാമത്തെ ക്ലാസ്. ഡേറ്റ് 23/8 23/8/2026 സൺഡേ പ്രസന്റ്. ഇനി പുസ്തകത്തിലെ പേജ് നമ്പർ 88 എടുക്കാം. എടുത്തോ? പേജ് നമ്പർ 88 എടുത്തോ? അവിടെ ചോദ്യം കണ്ടോ? വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 20 meters longer than the other and its area is 224 square meters. What are the lengths of the sides? കണ്ടോ? അത് ആദ്യം പുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്ത ചോദ്യം. അണ്ടർലൈൻ ചെയ്തോ? പുസ്തകത്തിൽ ചോദ്യം അണ്ടർലൈൻ ചെയ്തോ? അവിടെ എക്സാമ്പിൾ 2 എന്ന് എഴുതിയിട. എക്സാമ്പിൾ 2 എന്ന് എഴുതിയിടുക. എഴുതിയോ? ഇനി ബുക്കിലോട്ട് എഴുതി, നോട്ട് ബുക്കിലോട്ട് എഴുതുക മാളവികെ. എക്സാമ്പിൾ 2 ബ്രാക്കറ്റിൽ എഴുതണം. പേജ് നമ്പർ 88. എക്സാമ്പിൾ 2 എന്ന് എഴുതി ബ്രാക്കറ്റിൽ പേജ് നമ്പർ 88 എന്നിട്ട് ചോദ്യം എഴുതുക. വായിച്ച ചോദ്യം എന്താണ്? വൺ സൈഡ് ഓഫ് എ rectangle is 20 meters longer than the other. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതും ഇതേപോലത്തെ ചോദ്യമില്ലായിരുന്നു? 20ക്ക് പകരം എത്ര ആയിരുന്നേ ഉള്ളൂ? 20ക്ക് പകരം ഇന്നലെ പഠിച്ച എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 2 ആയിരുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അവിടെ എങ്ങനെ എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞാട്ടെ. അവിടത്തെ ആൻസർ എങ്ങനെ എഴുതി തുടങ്ങി? എഴുതുക. ആദ്യം റെക്ടാംഗിൾ, മലയാളത്തിൽ ചതുരം എന്ന് പറയും. റെക്ടാംഗിൾ, ചതുരം. ഇനി പേന കൊണ്ട് ഒരു റെക്ടാംഗിൾ റഫായിട്ട് വരയ്ക്കുക, ഒരു ചതുരം റഫായി വരയ്ക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെക്ടാംഗിളിന്റെ ഒരു സൈഡിന് മറ്റേ സൈഡിനേക്കാൾ എത്ര മീറ്റർ നീളം കൂടുതലുണ്ട്? ഇത് അതിന്റെ 2 പേർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് 2 പേര്? ലെങ്തും. അപ്പൊ നിങ്ങൾ ആരെ എക്സ് ആയിട്ട് എടുക്കും? ബ്രെത്തിന്. അപ്പൊ എഴുതുക ബ്രെത്ത് ഈക്വൽ വീതി സമം എക്സ്. ബ്രാക്കറ്റിൽ സപ്പോസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത വരിയിൽ നമുക്ക് ആരെ എഴുതാം? ലെങ്ത് ഈക്വൽ നീളം സമം എക്സ് പ്ലസ് 20. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യത്തെ പാർട്ടിയിൽ നിന്ന് ദേവിക നമ്മൾ ഇത്രയും കാര്യം എഴുതി. ഇനി ചോദ്യത്തിന്റെ ബാക്കി വായിച്ചാട്ടെ. ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 224 സ്ക്വയർ മീറ്റേഴ്സ്. അടുത്ത എഴുതുക ഏരിയ ഈക്വൽ
ഏരിയ ഈക്വൽ 224 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ. ബ്രാക്കറ്റിൽ എന്ത് എഴുതും? ഗിവൺ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല. വിച്ച് ഇംപ്ലൈസ് എങ്ങനെയാണ് റെക്ടാംഗിളിന്റെ ചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? പരപ്പളവ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ 224 ആണോ? ആണോ? ഓക്കെ. ലെങ്ത് എത്ര? നീളം എത്ര? അപ്പോ എക്സ് പ്ലസ് 20 ഇൻറ്റു ബ്രെഡ്ത്ത് എത്ര? വീതി എത്ര? എക്സ് ഈസ് ഈക്വൽ ടു 227. ഇനി ബ്രാക്കറ്റ് ഗുണിക്കാമല്ലോ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, 20 ഇൻറ്റു എക്സ് 20x ഈക്വൽ 220. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എക്സ് സ്ക്വയർ ഉള്ള ഒരു ടേം ഉണ്ട്, എക്സ് ഉള്ള ഒരു ടേം ഉണ്ട്, ഈസ് ഈക്വൽ ടു ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതി വെച്ച നോട്ടിലെ ഒന്നാമത്തെ കണ്ടീഷൻ ആയില്ലേ? രണ്ടാമത്തെ കണ്ടീഷൻ, എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ്, എക്സ് സ്ക്വയറിന്റെ ഗുണോത്തരം എക്സ് സ്ക്വയറിന്റെ മുമ്പിലുള്ള നമ്പർ എത്രയാണ്? 1 ആണ്. അതും കറക്റ്റ് ആണല്ലോ. അപ്പൊ ഇത് വരച്ച് ബോക്സിൽ ഇടുക. ഇനി ഇവിടെ ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യണം? അതാണ് നമ്മുടെ സെക്ഷന്റെ പേര്. ഏത് മെത്തേഡ്? മെത്തേഡിന്റെ പേരാണ് സ്ക്വയർ കംപ്ലീഷൻ. എന്താണ്? അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന് പറയും. ഒന്നുകിൽ സ്ക്വയർ കംപ്ലീഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. അതെങ്ങനെയായിരുന്നു ചെയ്യുന്നത്? എക്സിന്റെ കോയഫിഷ്യന്റ് വർക്കിംഗ് കൊടുത്തിട്ട് എഴുതിക്ക്. എത്ര? അത് 20. ആ 20ന്റെ എന്ത് കണ്ടുപിടിക്കണം? പകുതി. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 2 എത്ര? 10. ഈ 10ന്റെ എന്തെടുക്കണം? സ്ക്വയർ. അതെത്ര? ഈ 100 നമ്മൾ തിരിച്ചു വരിക അല്ലേ? ആണോ? പറയാട്ടെ. എക്സ് സ്ക്വയർ പ്ലസ് 20x പ്ലസ് 100 മൈനസ് 100 ഈക്വൽ 224. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 20x പ്ലസ് 100 സമം 224. ഈ മൈനസ് 100 അപ്പുറത്തോട്ടെ പ്ലസ് 100. നിങ്ങളെ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കാണത്തില്ല, അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന ഈ സ്റ്റെപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ബാക്കി പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഇടതുവശത്ത് കിടക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് 20x പ്ലസ് 100 എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 10 ദ ഹോൾ സ്ക്വയർ. അതെങ്ങനെ കിട്ടി നോക്കാം. എക്സ് സ്ക്വയർ കിട്ടണമെങ്കിൽ എക്സിനെ എടുത്ത് സ്ക്വയർ ചെയ്യണം. 100 കിട്ടണമെന്നുണ്ടെങ്കിൽ 10നെ എടുത്ത് സ്ക്വയർ ചെയ്യണം. എക്സ് ഉള്ള ടേമിന്റെ മുമ്പിലത്തെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ ആൻസറിൽ എന്ത് വരും? പ്ലസ് വരും. അപ്പൊ എക്സ് പ്ലസ് 10 ദ ഹോൾ സ്ക്വയർ. ചുമ്മാ എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കേ. എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് അടുത്ത ടൈം 2ab 2 ഇൻറ്റു എക്സ് ഇൻറ്റു 10 20x പ്ലസ് 10ന്റെ സ്ക്വയർ 8ാം ക്ലാസ്സിൽ പഠിച്ച എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. 224 100 കൂട്ടിയാൽ 324 ആണോ? എഴുതാനാ. അപ്പോ അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 10ന്റെ വില എന്തോ കിട്ടും? പ്ലസ് ഓർ മൈനസ് റൂട്ട് 324 ആണോ? അപ്പോ എക്സ് പ്ലസ് 10 ഈക്വൽ പ്ലസ് ഓർ മൈനസ് 324ന്റെ റൂട്ട്. ഏത് നമ്പരിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴാണ് 324 കിട്ടുന്നത്. നമ്പറില്ലേ? അങ്ങനെ ഒരു നമ്പറില്ലേ? 18. ഒന്ന് ഓടിച്ചു നോക്കിയേ. 18 × 18 326. ഇത് കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ടൊക്കെ നമ്മൾ വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന ഫസ്റ്റ് ക്ലാസ്. റൂട്ട് കണ്ടുപിടിക്കാൻ, മറ്റേ പ്രതികളെ കണ്ടുപിടിക്കാൻ, ടവർ ലൊക്കേഷൻ വെച്ച് കണ്ടുപിടിക്കുന്ന പരിപാടി. 10ന്റെ സ്ക്വയർ എത്ര? 10ന്റെ സ്ക്വയർ 100. 20ന്റെ സ്ക്വയർ
20ന്റെ സ്ക്വയർ. ഇതിന് രണ്ടിന് ഇടയ്ക്ക് വരുന്ന നമ്പർ അല്ലേ 324. അങ്ങനാണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് ഏതിനിടയിലായിരിക്കും? 10ന്റെയും 20ന്റെയും ഇടയ്ക്കായിരിക്കും. കണ്ടുപിടിക്കാൻ ഞാൻ വേറെ ടെക്നിക് കൂടെ പറഞ്ഞു തന്നായിരുന്നു. ഇതിന്റെ യൂണിറ്റ് വൈസിൽ ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ നോക്കാം. എത്ര? ഒരു നമ്പരിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴല്ലേ സ്ക്വയർ കിട്ടുന്നത്. അപ്പൊ 10ഉം അല്ല 20ഉം അല്ല. 11 വരുമോ? ഇല്ല, കാരണം 1 ഗുണം 1 1 വരുന്നത്. 12 വരുമോ? ഉണ്ട്. 2 ഗുണം 2 ഗുണിക്കുമ്പോൾ 4 കിട്ടും. ഒരു ഓപ്ഷൻ 12. ചെറിയ നമ്പർ നമുക്കറിയാം. 12ന്റെ സ്ക്വയർ എത്ര? 12 144. ഓക്കെ. 13 വരുമോ? ഇല്ല. 3 ഗുണം 3 9. 14 4 ഗുണം 4 16 വരുന്നത്. 6 വരുന്നത്. 15 ഇല്ല. 16 6 ഗുണം 6 36 എഴുതുമ്പോൾ 6 വരുന്നത്. 17 7 ഗുണം 7 49 എഴുതുമ്പോൾ 9 വരുന്നത്. 18 8 ഗുണം 8. അപ്പൊ ഇതിൽ എന്തായാലും നമുക്ക് ഉറപ്പിച്ചറിയാം 12 അല്ല. അപ്പൊ പിന്നെ ഏതാ? നോക്കിച്ചു നോക്കിയേ. 18 ഗുണം 18 324 ആണോന്ന്? ആണോ? അപ്പൊ എത്ര ആൻസർ? 18. അപ്പൊ എക്സ് പ്ലസ് n എത്ര വില കിട്ടി? എക്സ് പ്ലസ് n എത്ര വില കിട്ടി? 2 വില. ഏതൊക്കെ എക്സ് പ്ലസ് n 2 വില? എക്സ് പ്ലസ് ന്റെ ഒരു വില ഒരു വില 18 ഓർ എക്സ് പ്ലസ് n അടുത്ത വില -18 ആണോ? അപ്പോൾ എക്സ് ഈക്വൽ 18 പ്ലസ് 10 അപ്പുറത്തോട്ടെ -10. എക്സ് ഈക്വൽ 18 10 കുറച്ചാൽ 8. അപ്പുറത്ത് എക്സ് ഈക്വൽ -18 പ്ലസ് 10 ഇപ്പുറത്തോട്ടെ എക്സ് ഈക്വൽ -18 -10 -28. ഇവിടെ വരെ ഓക്കെ ആണോ? ഇവിടെ വരെ ഓക്കെ ആണോ? മിണ്ടുന്നില്ല. ആണോ? കഴിയും. ശരൺ സാർ കഴിഞ്ഞോ? നമ്മൾ ഈ പ്രോബ്ലത്തിൽ അരോഷ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? നമ്മൾ എടുത്തു വെച്ചേക്കുന്ന റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്തിനെയാണ്, ചതുരത്തിന്റെ വീതിയാണ്. അതിനിപ്പോ എത്ര വില കിട്ടി അപ്നർ സാർ? 2 വില. ഏതൊക്കെ? 8ഉം -28ഉം. എന്താണ് വിഭാസിന്റെ ഒരു അഭിപ്രായം? കറക്റ്റ് ആണ്, അതെനിക്കറിയാം. ഇതിനകത്ത് ഇത് -28നെ എടുക്കാൻ പറ്റില്ല. കാരണം റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആയിട്ട് നമ്മൾ എന്ത് നമ്പർ എടുക്കില്ല. അപ്പൊ അടുത്തത് എഴുതുക. എക്സ് ഈക്വൽ -28 എക്സ് ഈക്വൽ -28 ഈസ് നോട്ട് acceptable. ഈസ് നോട്ട് acceptable. Therefore അങ്ങനാണെങ്കിൽ എക്സിന്റെ വില 8. അല്ല, നമ്മൾ എക്സ് കണ്ടുപിടിക്കാനല്ലല്ലോ ചോദ്യം. നമ്മൾ എന്ത് എഴുതി നോക്കണം? when x ഈക്വൽ 8 എക്സ് സമം 8 ആയാൽ ബ്രെഡ്ത്ത് ഈക്വൽ വീതി സമം എക്സ് ഈക്വൽ വിടുന്നില്ല 8 യൂണിറ്റൂടെ പറഞ്ഞാണ് മീറ്റർ. അടുത്തത് ലെങ്ത് ഈക്വൽ നീളം സമം എക്സ് പ്ലസ് വിടുന്നില്ല 20 ഈക്വൽ 8 പ്ലസ് 20. ആൻസർ 28 മീറ്റർ. അല്ല, ഈ ഉത്തരം ശരിയാണോ? ഹലോ, ഈ ഉത്തരം ശരിയാണോ? ആവിയില്ല, ഇറക്കില്ല. ആണ്. കാരണം ആദ്യം ബ്രെഡ്ത്തിനേക്കാൾ 20 കൂടുതലാണ് ലെങ്ത്. ഒന്നാമത്തെ കണ്ടീഷൻ കറക്റ്റേ. അല്ല, അത് മാത്രം കറക്റ്റായിട്ട് കാര്യമില്ലല്ലോ. അതിന്റെ ഏരിയ എത്ര വരണം? 224. ഏരിയ എന്ന് പറയുന്നത് ലെങ്തും ബ്രെഡ്ത്തോടെ ഗുണിക്കുന്നതാണ്. 28 × 8 എന്ന് ഗുണിച്ച് നോക്കിക്ക്. ഇത് പരീക്ഷ ചെയ്യാനുള്ള സ്റ്റെപ്പാ. അത് ചെയ്ത് ഓക്കെ ആക്കിയിട്ട് വേണം നിങ്ങൾ അടുത്ത കണക്കിലേക്ക് പോകാൻ. 28 × 8 യൂനി മുന്നേ പട്ടിയെ പിടിപ്പിക്കണോ? 324. 224. ആ 226 അല്ലേ ക്വസ്റ്റിനകത്തിലെ ഏരിയ എന്ന് പറയുന്നത്? ആണോ? അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും അറിയാവോ? സെക്കൻഡ് ഡിഗ്രിയുടെ ഏത് പ്രോബ്ലവും നിങ്ങൾക്ക് തന്നെ പരീക്ഷാ ഹാളിൽ വെച്ച് കിട്ടിയ ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് അപ്പോഴാണ് കുഴപ്പം. ഇല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ അറിയത്തുള്ളൂ നമ്മൾ എഴുതിയത് തെറ്റാണെന്ന്. ഇത് അവിടെ വെച്ച് തന്നെ നമ്മൾ അറിയുന്നു. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു.
നമ്മൾ ചെയ്തത് എന്താണെന്ന് തെറ്റാണ്. അങ്ങനെ ഒരു ദുരൂഹതയും കൂടെ ഇതിനകത്ത് ഉണ്ട് സംഗതി. പിന്നെ ചെയ്തവർക്ക് ഒരു സന്തോഷം, നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണ്. ഓൾ സ്റ്റാൻഡ്. ഇനി പുസ്തകത്തിലെ പേജ് നമ്പർ 89 എടുത്താട്ടെ. കണ്ടോ, 89. ഞാൻ പറയുന്നത് ആദ്യം പുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്യുക. ഫ്രം എ സ്ക്വയർ എ റെക്ടാംഗിൾ ഓഫ് വിഡ്ത്ത് 2 meters ഈസ് കട്ട് ഓഫ്. കണ്ടോ, അതിന്റെ താഴത്തെ ഒരു ഫിഗർ കണ്ടോ, കണ്ടോ, അതിന്റെ താഴെ ദ ഏരിയ ഓഫ് ദ റിമൈനിങ് റെക്ടാംഗിൾ ഈസ് 99 square meters. വാട്ട് വാസ് ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? ചോദ്യം കണ്ടോ, അവിടെ എക്സാമ്പിൾ 3 എന്ന് എഴുതുക. എഴുതുക എക്സാമ്പിൾ 3. ഇനി ബുക്കിലോട്ട് എഴുതുക എക്സാമ്പിൾ 3 ബ്രാക്കറ്റിൽ പേജ് നമ്പർ 89. പേജ് നമ്പർ ഉണ്ടെന്നില്ല, 89. വേഗം എഴുതിയേട്ട ചോദ്യം. അതെന്നാ ചോദ്യം ജിഷാനെ, ഫിഗർ ഇല്ലാതെ കണക്ട് ചെയ്യാൻ പറ്റുമോ? From a square a rectangle of width 2 meters is cut off. അപ്പൊ നിൽക്കുക. അപ്പൊ ആദ്യം നമ്മുടെ കൈവശമുള്ള സാധനം എന്താണ്? ഒരു സ്ക്വയർ ആണ്, ഒരു സമചതുരമാണ്. ആ സ്ക്വയറിന്റെ ആ സമചതുരത്തിന്റെ ഒരു വശത്തിനെ കുറിച്ച് ചോദ്യത്തിൽ വല്ലതും പറയുന്നുണ്ടോ? ആ സ്ക്വയറിന്റെ ആ സമചതുരത്തിന്റെ ഒരു വശത്തിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ചോദ്യത്തിന്റെ ഉത്തരം ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. എ റെക്ടാംഗിൾ ഓഫ് വിഡ്ത്ത് 2 meters ഈസ് കട്ട് ഓഫ്. ഇതിൽ നിന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, വിഡ്ത്ത്, ഈ പുതിയ പുസ്തകത്തിൽ വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രെഡ്ത്തിനെയാണ്, വീതിയാണ്. എത്ര മീറ്റർ ആണ്? 2 meter ബ്രെഡ്ത്തുള്ള അല്ലെങ്കിൽ വിഡ്ത്തുള്ള ഈ ഒരു സ്ട്രിപ്പ് ഇവിടുന്ന് എന്ത് ചെയ്തു? കട്ട് ചെയ്ത് മാറ്റി. കേട്ടോ ഉപാസെ, എന്ത് ചെയ്തു? കട്ട് ചെയ്ത് മാറ്റി. അതിന്റെ ഫിഗറാണ് താഴെ കൊടുത്തേക്കുന്നത്. ഫിഗറിന്റെ താഴെ ചോദ്യം, ദ ഏരിയ ഓഫ് ദി റിമൈനിങ് റെക്ടാംഗിൾ ഈസ് 99 square meter. ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോ, അതായത് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയുമ്പോ പിന്നുള്ള ഭാഗത്തിന്റെ എന്താ പറയുക, ഈ കാണുന്ന ഭാഗത്തിന്റെ ഏരിയ എത്രയാണ്? 99 square meter അഥവാ മീറ്റർ സ്ക്വയർ ആണ്. ചോദ്യം ബാക്കി, വാട്ട് വാസ് ദി ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? നമ്മൾ ഈ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കൈവശം ഒരു സ്ക്വയർ ഉണ്ടായിരുന്നല്ലോ. ആ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ ലെങ്ത് എന്തായിരുന്നു? ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. തുടങ്ങാൻ ആരംഭിക്കാമല്ലോ. നമ്മളോട് തുടങ്ങണം. ആദ്യം ഒറിജിനൽ സ്ക്വയർ തുടങ്ങണം. അപ്പൊ എഴുതുക ആൻസർ ഒറിജിനൽ സ്ക്വയർ. ഒറിജിനൽ എന്ന് പറയുമ്പോ നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ സ്ക്വയർ ഒന്ന് റഫായിട്ട് വരച്ചേട്ടെ. സ്ക്വയർ ചോദ്യം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ സ്ക്വയർ അങ്ങോട്ട് വരയ്ക്കാം. ഒരേ സമയം 2 ജോലി ചെയ്തത്. വരച്ചോ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചായിരുന്നു ഇതിന്റെ ഒരു സൈഡ് എത്ര ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ എന്ന്. നിങ്ങളെന്താ പറഞ്ഞു? ഇല്ല, തന്നിട്ടില്ല. നമ്മൾ തന്നെ എടുക്കും എക്സ്. അപ്പൊ എഴുതുക 1 side ഈക്വൽ, ഒരു വശം സമം 1 side ഈക്വൽ ഒരു വശം സമം എക്സ് ബ്രാക്കറ്റിൽ സപ്പോസ്. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തിൽ നിന്ന് ഒരു റെക്ടാങ്കുലാർ പീസ് എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അപ്പൊ അടുത്ത് എഴുതുക റെക്ടാംഗിൾ പീസ് ടു ബി കട്ട് ഓഫ്. റെക്ടാംഗിൾ പീസ് ടു ബി കട്ട് ഓഫ് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ആ കട്ട് ചെയ്ത റെക്ടാംഗിൾ പീസ് ഉണ്ടല്ലോ, അത് മാത്രം ഒന്ന് റഫായിട്ട് വരയ്ക്കാം. ആ കട്ട് ചെയ്ത റെക്ടാംഗിൾ പീസ് മാത്രം ഒന്ന് റഫായിട്ട് വരയ്ക്കാം. ഇതിന്റെ ഒരു മെഷർമെന്റ് ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. ഏത് മെഷർമെന്റ്?
ബ്രെഡ്ത്ത്. ആദ്യത്തെ എന്തുണ്ടായിരുന്നു? ബ്രെഡ്ത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് 2 മീറ്റർ നമുക്ക് എഴുതി വെക്കാം. 2 മീറ്റർ 2 മീറ്റർ. ഇതിന്റെ ലെങ്തിനെ കുറിച്ച് ചോദ്യത്തിൽ വല്ല പറയുന്നുണ്ടോ? ചോദ്യത്തിൽ പറയുന്നില്ല, പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു. ആ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഒരു വശമല്ലേ? അത് നമ്മൾ എന്തായിട്ട് എടുത്തോണ്ടാ കണക്ക് തുടങ്ങിയിരിക്കുന്നത്? എക്സ് ആയിട്ട് എടുത്തോണ്ട്. അപ്പൊ ഈ ഒരു സൈഡ് എന്തായിരിക്കും? എക്സ്. അപ്പൊ ഇതും എക്സ്, ഇതും എക്സ്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഈ ഭാഗം എന്ത് ചെയ്തു ആദിത്യ? മുറിച്ചു മാറ്റി. അപ്പൊ നമുക്ക് ഒരു റെക്ടാങ്കിൾ വീണ്ടും അവശേഷിച്ചു. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതുക, റിമൈനിങ് റെക്ടാങ്കിൾ. റിമൈനിങ് റെക്ടാങ്കിൾ. REMAINING, റിമൈനിങ് റെക്ടാങ്കിൾ. അതായത് ഈ ഭാഗം മുറിച്ചു കളഞ്ഞതിന് ശേഷമുള്ള റെക്ടാങ്കിൾ. ആ റെക്ടാങ്കിൾ റഫായിട്ട് വരച്ച്. ആ മുറിച്ചു കളഞ്ഞതിന് ശേഷമുള്ള റെക്ടാങ്കിൾ. മുറിച്ചു കളഞ്ഞതിന് ശേഷമുള്ള റെക്ടാങ്കിൾ. ഓക്കെ. ആ റെക്ടാങ്കിളിന്റെ എന്തൊക്കെ മെഷർമെന്റ് നിങ്ങൾക്ക് അറിയാം? എന്നൊരു തിരിയും. ഈ രണ്ട് സൈഡ് എത്രയാണെന്നറിയാം? എക്സ്. മാർക്ക് ചെയ്താട്ടെ, എക്സ്. ഇനി താഴെയും മുകളിലോ ഈ ഫിഗർ നോക്കിയിട്ട് പറഞ്ഞു. ഇത് മൊത്തത്തിൽ എക്സ് ആണ്. അതിനകത്ത് നിന്നാണ് ഈ രണ്ട് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോ x-2. അപ്പൊ ഇവിടെയും x-2, മുകളിലും x-2. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല. അപ്പൊ എഴുതാം. ഇത് സാധാരണ അറിയാനുള്ള കാര്യങ്ങൾ. ലെങ്ത് ഈക്വൽ നീളം സമം, വിടുന്നില്ല, നീളം സമം എക്സ്. അടുത്തത് വീതി സമം ബ്രെഡ്ത്ത് ഈക്വൽ x-2. വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഇതിനെ കുറിച്ച് പറയുന്നുണ്ടോ? റിമൈനിങ് പാർട്ടിന്റെ ഏരിയ ക്വസ്റ്റ്യൻ പറയുന്നുണ്ടല്ലേ? അപ്പൊ എഴുതുക, ഏരിയ ഈക്വൽ 99 മീറ്റർ സ്ക്വയർ. ബ്രാക്കറ്റിൽ ഗിവൺ. ഇതിന്റെ ഏരിയ എങ്ങനെ കൂടി? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, വിച്ച് എംപ്ലൈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഗുണം വീതി സമം നീളം ഗുണം വീതി സമം 99. ലെങ്ത് എത്ര? എക്സ് ഇൻറ്റു ബ്രെഡ്ത്ത് എത്ര? x-2 ഈസ് ഈക്വൽ ടു 99. ബ്രാക്കറ്റ് ഗുണിക്കുന്നു. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു -2, -2x ഈസ് ഈക്വൽ ടു 98. ഇനി നോക്കിക്കേ, എക്സ് സ്ക്വയർ ഉള്ള ഒരു ടേം ഉണ്ട്, അതിനുശേഷം മൈനസ് ഉണ്ട്, അതിനുശേഷം എക്സ് ഉള്ള ഒരു ടേം ഉണ്ട്, അതിനുശേഷം ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ കറക്റ്റ് ആയല്ലോ. രണ്ടാമത്തേത് വിഭാസെ, എക്സ് സ്ക്വയറിന്റെ മുമ്പിലുള്ള നമ്പർ എത്ര? 1. അപ്പൊ അതും ഓക്കെ ആയല്ലോ. വരച്ച് ബോക്സിലിടുക. എങ്കിൽ നമുക്കിവിടെ എന്ത് മെത്തേഡ് അപ്ലൈ ചെയ്യാം? സ്ക്വയർ കംപ്ലീഷൻ. ആദ്യത്തെ രണ്ടുപേരെ അതുപോലെ തന്നെ എഴുതുന്നു, x² - 2x, അങ്ങനെ തന്നെ എഴുതുന്നു അല്ലേ? ആണോ? ഇനി വർക്കിംഗ് കോളത്തിലാണ് ബാക്കി സ്റ്റെപ്പ്. എക്സിന്റെ കോഎഫിഷ്യന്റ് അല്ല -2. എത്രയാണ്? -2. -2ന്റെ ഹാഫ് എത്ര വരും? -1. ഇനി -1ന്റെ സ്ക്വയർ 1. ഞാനോട് പറയത്തില്ല, രഹസ്യം പറയാം. ഇവിടെ നിങ്ങൾ ഈ മൈനസ് എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം സ്ക്വയർ വരുമ്പോ ഓൾറെഡി അത് എന്തായി മാറിക്കോളും? പ്ലസ് ആയിട്ട് മാറിക്കോളും. അപ്പൊ കോഎഫിഷ്യന്റ് എടുക്കുമ്പോ മൈനസോട് കൂടി എടുത്താലും മൈനസ് ഇല്ലാതെ എടുത്താലും പകുതി എടുത്തിട്ട് സ്ക്വയർ എടുക്കുമ്പോൾ അത് എന്തായി മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് എന്തെടുക്കണോ നിർബന്ധം ഇല്ല. ഇവിടെ നിങ്ങൾ തെറ്റിക്കണ്ട, അങ്ങനെ തന്നെ അങ്ങ് എടുത്തോ. കാരണം ഇനി വേറെ ഇടത്ത് വരുമ്പോഴും ഇതേ ഹാങ് ഓവറിൽ പോയി സൈൻ ഇല്ലാതെ പോയി തപ്പിയെടുക്കും. എന്നിട്ട് പറയും, സാർ അന്ന് അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെയും ഇങ്ങനെ ചെയ്തത്. അപ്പൊ അത് വേണ്ട, അതിനെ നമുക്ക് മൈനസ് ഉൾപ്പെടെ അങ്ങ് എടുക്കാം കേട്ടോ. ആദിത്യ എടുക്കണം അല്ല? അപ്പോ ഒന്ന് ഇവിടെ എന്ത് ചെയ്യണം?
ഈ ഒന്നും എന്ത് ചെയ്യണം? ആദ്യം പ്ലസ് ചെയ്യണം, പിന്നെ മൈനസ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 99. ആണോ? ഒരു പക്ഷേ ബോർഡ് കാണുന്നില്ലയോ? ബോർഡ് കാണുന്നില്ലയോ? ആ, കാണും. അപ്പൊ എക്സ് സ്ക്വയർ -2x + 1 = 99 -1 അപ്പുറത്ത് പോട്ടെ. +1 ആണോ? ആണോ? ഇനി വാക്ക് പറഞ്ഞാട്ടെ. ഈ എക്സ് സ്ക്വയർ -2x + 1 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ -2x + 1 നമുക്ക് എങ്ങനെ എഴുതാം? x - 1 the whole square is equal to നോക്കാം. എക്സിന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് എക്സ് സ്ക്വയർ കിട്ടുന്നത്. 1ന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് 1 കിട്ടുന്നത്. എക്സ് ഉള്ള ടേമിന്റെ മുമ്പിലത്തെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് നടുക്ക് എന്ത് കൊടുക്കണം? ഇതുവരെ നമ്മൾ ചെയ്ത കണക്ക് രണ്ടിടത്തും പ്ലസ് ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്തിട്ടത്? പ്ലസ് ഇട്ടത്. ഈക്വൽ 99 + 1 100. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x - 1ന്റെ വില എന്തോ കിട്ടും? ±√100 ആണോ? അപ്പോൾ x - 1 = ±100ന്റെ റൂട്ട് 10. 100ന്റെ റൂട്ട് 10. ഇനി രണ്ടും എഴുതാമല്ലോ. x - 1 = 10 or x - 1 = -10. അപ്പോ x = 10 -1 അപ്പുറത്തോട്ടെ +1. അപ്പൊ x ഇനി അപ്പുറത്ത് x = -10 -1 അപ്പുറത്തോട്ടെ +1. x = -10 +1 -9. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ശില. നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? ചോദ്യം തുടങ്ങുമ്പോഴുണ്ടായിരുന്ന റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡിനെയാണ്. അതിന്റെ വില നെഗറ്റീവ് വരൂ. അപ്പൊ എന്ത് എഴുതി വെക്കും? എക്സ് ഈക്വൽ -9 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. therefore അങ്ങനെയാണെങ്കിൽ x equal 11. ആരായിരുന്നു ഈ എക്സ്? ഒറിജിനൽ സ്ക്വയറിന്റെ അപ്പൊ എഴുതുക ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ ഈക്വൽ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ ഈക്വൽ യഥാർത്ഥ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം സമം എക്സ്. ആ എക്സിന്റെ വില ഇപ്പൊ എത്ര കിട്ടി? 11 മീറ്റർ സ്ക്വയറോ? മീറ്റർ 11. അപ്പൊ ഈ ഉത്തരം ശരിയാണോ എന്ന് അനുഷ്ഠിക്കാൻ നമ്മൾ എങ്ങനെ പരിശോധിക്കും? യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു വശം 11 അല്ലേ? ആ 11ൽ നിന്ന് 2 മീറ്റർ കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെ കിട്ടുന്ന റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് എത്ര ഉള്ളത്? ലെങ്ത് 11 തന്നെ. ബ്രെഡ്ത്തോ 11ൽ നിന്ന് 2 കുറയ്ക്കുന്ന വിഭാസെ 9. അപ്പൊ 9 11 മീറ്റർ ലെങ്തും 9 മീറ്റർ ബ്രെഡ്ത്തുമുള്ള റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്താണ്? 11 × 9 ഈക്വൽ അതല്ലേ റിമൈനിങ് പാർട്ടിന്റെ ഏരിയ ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്? ആണോ അപ്നറെ? ആണ്. ശരി, ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക, മനസ്സിലാക്കണോ? 90ാമത്തെ പേജിൽ അനദർ പ്രോബ്ലം എന്ന ഹെഡിങ് ഉണ്ടോ? അന്ന് വായിച്ച ചോദ്യം. One of the perpendicular sides of a right triangle is 5 centimeters more than the other. The area of the triangle is 12 square meters. What are the lengths of these sides? ചോദ്യം എഴുതിയാൽ മാത്രം പോരാ, എഴുതിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ചില സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അതൊന്ന് സ്വന്തമായിട്ട് എഴുതുകയും ചെയ്യണം. എഴുതിയാട്ടെ. ചോദ്യം One of the
പെർപെൻഡിക്കുലാർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ചോദ്യം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ റൈറ്റ് ട്രയാങ്കിൾ എന്ന് ഹെഡിങ് കൊടുത്തായിരുന്നു? ഇല്ല. എഴുതൂ റൈറ്റ് ട്രയാങ്കിൾ എന്ന ഹെഡിങ്. ചോദ്യം വായിച്ചപ്പോൾ നമുക്ക് അത്രയെങ്കിലും ബോധം ഉണ്ടായെന്ന് പേപ്പർ നോക്കിയവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. റൈറ്റ് ട്രയാങ്കിൾ. എന്നിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മളൊന്ന് റഫായിട്ട് വരയ്ക്കാം. ഇനി പേര് കൊടുത്തില്ല എന്നൊരു പ്രശ്നം വേണ്ട. നമ്മൾ അതിന് എന്ത് പേര് കൊടുക്കുന്നു? ABC എന്ന് പേര് കൊടുക്കും. ഇതിന്റെ പെർപെൻഡിക്കുലാർ സൈഡുകൾ, ഇതിന്റെ ലംബ വശങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? ആരൊക്കെ ചേരുമ്പോഴാണോ 90 ഡിഗ്രി ഉണ്ടാകുന്നത് അവരെ വിളിക്കുന്ന പേരാണ് പെർപെൻഡിക്കുലാർ സൈഡുകൾ. അത് ഏതൊക്കെയാ? AB-യും BC-യും. ഇതിൽ ഒരു വശത്തിന് മറ്റേ വശത്തിനേക്കാൾ എത്ര സെന്റിമീറ്റർ നീളം കൂടുതലുണ്ട്? 5. അപ്പൊ അവിടെ നമുക്ക് 2 സ്റ്റെപ്പ് എഴുതാം. ഒരാളെ എക്സ് എന്നും മറ്റേ ആളിനെ X+5 എന്ന് വിളിക്കരുതോ? അപ്പൊ ആരെ എക്സ് ആയിട്ട് എടുക്കുന്നു? BC-യെ എക്സ് ആയിട്ട് എടുത്താൽ AB-യെ എന്തായിട്ട് എടുക്കാം? X+5. അപ്പൊ എഴുതുക ബേസ് ഈക്വൽ എന്തവനെ ഒരു 5 മിനിറ്റ് ഉള്ളിൽ പോടാം. ബേസ് ഈക്വൽ BC ഈക്വൽ എക്സ് ബ്രാക്കറ്റിൽ സപ്പോസ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഹൈറ്റ് ഈക്വൽ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ AB ഈക്വൽ X+5. അത്ര എഴുതി വെച്ചു. ഇനി ചോദ്യത്തിൽ അടുത്ത എന്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ഏരിയ. അപ്പൊ എഴുതുക ഏരിയ ഈക്വൽ പരപ്പളവേ സമം 12 സ്ക്വയർ സെന്റിമീറ്റർ അഥവാ 12 സെന്റിമീറ്റർ സ്ക്വയർ ബ്രാക്കറ്റിൽ ഗിവൺ. വിച്ച് ഇംപ്ലൈസ് എങ്ങനെയാണ് ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കുന്നത്? ഹാഫ് BH. അപ്പോ ഹാഫ് BH ഈക്വൽ ടു അപ്പൊ ഹാഫ് ഇൻറ്റു എത്രയാണ് ബേസ്? അല്ല, ആദ്യം പേര് പറ. BC ഇൻറ്റു ആരാ ഹൈറ്റ്? AB ഈക്വൽ 12. അപ്പൊ ഹാഫ് ഇൻറ്റു BC എക്സ് ഇൻറ്റു AB X+5 ഈസ് ഈക്വൽ ടു 12. ഈ ഇടതുവശത്ത് 2 കൊണ്ട് എന്ത് ചെയ്തേക്കുന്നു? ഡിവൈഡ് ചെയ്തേക്കും. അപ്പുറത്ത് കൊണ്ടുപോയാൽ ഇൻറ്റു ചെയ്യണം. അപ്പൊ എക്സ് ഇൻറ്റു X+5 ഈക്വൽ 2 ഇൻറ്റു 12. ബ്രാക്കറ്റ് ഗുണിക്കുന്നു. എക്സ് ഇൻറ്റു എക്സ് X² പ്ലസ് 5 ഇൻറ്റു എക്സ് 5x ഈസ് ഈക്വൽ ടു 12 2 20 ഇവിടെ വരെയൊക്കെ കിട്ടിയായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയ പ്രശ്നം തുടങ്ങിയത് അല്ലേ? നോക്കാം. X² ഉള്ള ടേം ഉണ്ട്, എക്സ് ഉള്ള ടേം ഉണ്ട്, ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഉണ്ട്. അത് ഓക്കെ. അടുത്തത് X² കോയഫിഷ്യന്റ് മുമ്പിലുള്ള നമ്പർ വിഭാസെ 1 ആണ്. അപ്പൊ കറക്റ്റ് ഫോം ആണ്. വരച്ച് ബോക്സിൽ ഇട്ടാട്ടെ. ബാക്കി സ്പീക്ക് ചെയ്യട്ടെ. ബാക്കി ആദ്യത്തെ 2 പേരെ അതുപോലെ തന്നെ എടുക്കുന്നു. X² പ്ലസ് 5x. ഇനി വർക്കിംഗ് കോളത്തിലോട്ടാണ് പോകേണ്ടത് അല്ലേ? എക്സിന്റെ കോയഫിഷ്യന്റ് 5. 5ന്റെ പകുതി. ഒരു കാരണവശാലും അങ്ങനെ എടുക്കരുത്. 5ന്റെ പകുതി 5/2 എഴുതാവൂ. ഒരിക്കലും ഇത് എന്താക്കരുത്? ഡെസിമൽ ആക്കരുത്. ഒരിക്കലും ഇത് എന്താക്കരുത്? ഡെസിമൽ ആക്കരുത്. പറഞ്ഞത് ക്ലിയർ ആയോ? 5ന്റെ പകുതി എങ്ങനെ എടുക്കാവൂ? 5/2 എന്ന് മാത്രമേ എടുക്കാവൂ. ഒരിക്കലും എന്തെഴുതി വെക്കരുത്? 2.5 എന്ന് എഴുതി വെക്കരുത്. ഇനി ഇതിന്റെ സ്ക്വയർ 5/2 സ്ക്വയർ 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ. ഓക്കെ, ഇയാളെ ഇങ്ങനെ ലെഫ്റ്റ് കൊണ്ടുവന്നിട്ട് ആദ്യം ആഡ് ചെയ്യണം, പിന്നെ സബ്ട്രാക്ട് ചെയ്യണം. ഈസ് ഈക്വൽ ടു
ഉണ്ടെന്നില്ല 24. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ 3 പേരെ ലെഫ്റ്റ് നിർത്തുക. ആരെയൊക്കെയാ? x² പ്ലസ് 5x പ്ലസ് 25/4 ലെഫ്റ്റിൽ നിർത്തിയിട്ട് ഈക്വൽ 24. ഇത് റൈറ്റിൽ പോട്ടെ, പ്ലസ് 25/4. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. ഈ x² കിട്ടണമെങ്കിൽ എക്സിനെ എടുത്ത് സ്ക്വയർ ചെയ്യണം. 25/4 മുമ്പ് എവിടെ എഴുതി വെച്ചായിരുന്നു? 5/2 എടുത്ത് സ്ക്വയർ ചെയ്യണം. എക്സ് ഉള്ള ടേമിന്റെ മുമ്പിലത്തെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് നടുക്കലത്തെ ചിഹ്നം പ്ലസ്. എക്സ് പ്ലസ് 5/2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ഇതിനെ ബൈ 1 ആയിട്ട് എടുക്കണം. 2 ഫ്രാക്ഷൻ ആഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചിട്ടില്ലയോ? എന്തുവായിരുന്നു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 24 × 4 4 16 ശിഷ്ട 1 24 8 1 9 96 ആണോ? പ്ലസ് 1 × 25 25 ബൈ 1 × 4 4. അപ്പോൾ എക്സ് പ്ലസ് 5/2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 96 25 കൂട്ടണം. ഉണ്ടെന്നില്ലേ? 96 25 കൂട്ടിയേ 96 പ്ലസ് 25 6 5 11 ശിഷ്ട 1 9 2 11 1 12 121/. അപ്പോൾ എക്സ് പ്ലസ് 5/2 ഈക്വൽ ഫ്രാക്ഷൻ വന്നു എന്ന് കരുതി റൂളൊന്നും മാറുന്നില്ല, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അതേ പരിപാടികൾ തന്നെ. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 121/4. അപ്പോൾ എക്സ് പ്ലസ് 5/2 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പറഞ്ഞാട്ടെ 121 റൂട്ട് എത്ര? 11/4 റൂട്ട് 2. അപ്പൊ എക്സ് പ്ലസ് 5/2 എത്ര വിലയുണ്ട്? 2 വില. എക്സ് പ്ലസ് 5/2 ഒരു വില 11/2. എക്സ് പ്ലസ് 5/2 അടുത്ത വില മൈനസ് 11/2 ആണോ? അപ്പൊ എക്സ് ഈക്വൽ 11/2. ഇത് അപ്പുറത്ത് പോട്ടെ, മൈനസ് 5/2. അപ്പൊ എക്സ് ഈക്വൽ ഇത് രണ്ടും കൂടെ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും? ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ ആ നമ്പർ എഴുതി ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ. പറഞ്ഞാട്ടെ 11 മൈനസ് 5/2. എക്സ് ഈക്വൽ 11 ന്ന് 5 കുറച്ചാൽ 6 6/2. അപ്പൊ എക്സിന്റെ വില 3. എക്സിന്റെ വില എത്ര കിട്ടി? 3. ഇനി അപ്പുറത്ത് പറഞ്ഞാട്ടെ എക്സ് ഈക്വൽ മൈനസ് 11/2. ഇത് ഇപ്പുറത്ത് വരുമ്പോ മൈനസ് 5/2 ആണോ? എക്സ് ഈക്വൽ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അതെടുത്ത് എഴുതി ന്യൂമറേറ്റർ അതുപോലെ എഴുതുക. മൈനസ് 11 മൈനസ് 5 രണ്ടുപേരും മൈനസ് ആയതുകൊണ്ട് പ്ലസ് ചെയ്ത് എഴുതുക. മൈനസ് 16/2. അപ്പൊ എക്സ് ഈക്വൽ മൈനസ് 8. എക്സ് ഈക്വൽ മൈനസ് 8. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? ബ്രെഡിനെ, ബേസിന്. അപ്പൊ നെഗറ്റീവ് എടുക്കൂ? ഇല്ല. അപ്പൊ എഴുതുക എക്സ് ഈക്വൽ മൈനസ് 8. എക്സ് ഈക്വൽ മൈനസ് 8 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. എക്സ് ഈക്വൽ മൈനസ് 8 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ആണോ? അപ്പൊ therefore എക്സ് ഈക്വൽ ഉണ്ടെന്നില്ല. therefore എക്സ് ഈക്വൽ 3. അല്ല, നമ്മളോട് എക്സ് കണ്ടുപിടിക്കാനല്ലോ ചോദ്യം. then എക്സ് ഈക്വൽ 3. then എക്സ് ഈക്വൽ 3 പറഞ്ഞാട്ടെ ബേസ് ഈക്വൽ BC സമം എക്സ് ഈക്വൽ 3 യൂണിറ്റ് കൂടെ പറഞ്ഞ് സെന്റിമീറ്റർ. അടുത്തത് ഹൈറ്റ് ഈക്വൽ AB ഈക്വൽ എക്സ് പ്ലസ് 5 ഈക്വൽ 3 + 5. ആൻസർ 8 സെന്റിമീറ്റർ.
അപ്പൊ ഇതിന്റെ ബേസ് 3 ഇതിന്റെ ഹൈറ്റ് 8. ആൻസർ ശരിയാണോ? ആൻസർ ശരിയാണോ? അങ്ങനെ മനസ്സിലായി? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ഈക്വൽ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു എത്രയുടെ 8. 2 8 കൂടെ വെട്ടിയാൽ 4. 3 ഗുണം 4 12. ഈ 12 അല്ലേ ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഏരിയ? ആണോ? ആണോ? ഓൾ സ്റ്റാൻഡപ്പ്.